ഇന്നൊരു സോയ കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാമേ. അതിനായിട്ട് സോയ ആദ്യം ഒന്ന് വേവിച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് വേവിച്ച് ഊറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവറിനെയും ഉപ്പും കൂടെ ചേർത്ത് ഊറ്റി വയ്ക്കാം. 1 സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് സോയയെ ഒന്ന് പുരട്ടി ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാമേ. അതുപോലെ തന്നെ കോളിഫ്ലവറിനെയും ഇതേ രീതിയിൽ തന്നെ അരപ്പെല്ലാം ചേർത്തൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയയൊക്കെ ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ പൊരിച്ച് കുട്ടികൾക്കൊക്കെ ചായയോടെ കൊടുത്താലും അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഒരു 1.5 തക്കാളി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലേക്ക് ഇട്ട് ചൂടാക്കി അതിനുശേഷം ഒരു സവാളയെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും കൂടി ഇട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടി കീന്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ക്യാപ്സിക്കവും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുത്ത തക്കാളിയെ നല്ല പേസ്റ്റ് പോലെ അരച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരല്പം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒരല്പം കൂടി വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അതിനെ വേവിച്ചെടുക്കാമേ. ഞാനിപ്പം കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സോയയും കോളിഫ്ലവറും കൂടി അതിലോട്ട് ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. അരപ്പൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറിനെ കൂടി ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് ഞാൻ അതിലേക്ക് കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കവറിലെ ബെറോട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പവും ആവശ്യത്തിനുള്ള ലെയറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ നല്ല ചൂട് ബെറോട്ടയും ചൂട് ചില്ലിയും നല്ല ചൂട് കട്ടൻ ചായയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.